നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ വരുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകളെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ഏതൊക്കെ ലാംഗ്വേജസ് ആണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന്റെ എസെൻഷ്യൽസ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് C++ലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതിന് മുന്നേ C++നെ പറ്റി പഠിക്കുന്നതിന് മുന്നേ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ നിന്ന് നേരത്തെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് PSCക്ക് മാത്രമല്ല അല്ലാതെയുള്ള എക്സാംസിനും ഒക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് ഊപ്പ് അലോ ഫോർ ദി സെയിം ഫംഗ്ഷൻ ടു ബി യൂസ്ഡ് ഇൻ ഡിഫറന്റ് വേസ്. ഒരു ഫംഗ്ഷൻ തന്നെ ഡിഫറന്റ് വേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുന്ന ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ പ്രിൻസിപ്പിൾ ഏതാണ്? ഇൻഹെറിറ്റൻസ് ആണോ, പോളിമോർഫിസം ആണോ, എൻക്യാപ്സുലേഷൻ ആണോ, അബ്സ്ട്രാക്ഷൻ ആണോ? ഏതാണ് ആൻസർ? പോളിമോർഫിസം ആണ് ആൻസർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളിമോർഫിസം എന്താണ്? ഒരു ഫംഗ്ഷൻ തന്നെ ഡിഫറന്റ് ബിഹേവിയർ കാണിക്കുന്നു. അതായത് അതായത് നമ്മൾ പറഞ്ഞു പോളിമോർഫിസം എത്ര ടൈപ്പ് ഉണ്ടെന്ന്, 2 ടൈപ്പ് ഉണ്ട്. റൺ ടൈമും ഉണ്ട്, കമ്പൈൽ ടൈമും ഉണ്ട്. ഇതിൽ കമ്പൈൽ ടൈമിന് തന്നെ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട്. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഉണ്ട്, ഫംഗ്ഷൻ ഓവർലോഡിംഗ് ഉണ്ട്. അത് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് നമ്മൾ പറഞ്ഞു പ്ലസ് സൈൻ. ഇന്റിജറിന്റെ കേസിലാണെങ്കിൽ അവിടെ അഡിഷൻ നടക്കും. അതുപോലെ തന്നെ സ്ട്രിങ്ങിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ കോൺകാറ്റിനേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഒരേ ഫംഗ്ഷൻ തന്നെ എന്ത് ചെയ്യുന്നു? ഡിഫറന്റ് വേസിൽ പിന്നെ ബിഹേവ് ചെയ്യുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത് പോളിമോർഫിസം ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് വാട്ട് ഡസ് ഊപ്പ് സ്റ്റാൻഡ്സ് ഫോർ? OOP, ഊപ്പ് എന്താണ്? ഊപ്പിന്റെ ഫുൾ ഫോം എന്താണ്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. അതിപ്പോ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്താണ് ഊപ്പ് എന്ന് പറഞ്ഞാൽ? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഊപ്പ്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ബേസിക് കൺസെപ്റ്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് ക്ലാസസ്, ഒബ്ജക്റ്റ്, ഫംഗ്ഷൻ, ഇൻഹെറിറ്റൻസ്. അപ്പൊ ഇത് നമ്മൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? ക്ലാസ് പഠിച്ചിട്ടുണ്ട്, ഒബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട്, ഇൻഹെറിറ്റൻസ് പഠിച്ചിട്ടുണ്ട്, പോളിമോർഫിസം, എൻക്യാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, മെസ്സേജ് പാസിംഗ്, ഡൈനാമിക് ബൈൻഡിങ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ കേൾക്കാത്ത ഏതാണ്? ഫംഗ്ഷൻസ്. ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ് എവിടെയാണ്? നമ്മൾ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിലാണ് ഫംഗ്ഷൻസിന് ഇമ്പോർട്ടന്റ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ ഡേറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പൊ ഇതിൽ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്, അല്ലെങ്കിൽ ബേസിക് കൺസെപ്റ്റ് അല്ലാത്തത് ഏതാണ്? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫംഗ്ഷൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എയിംസ് ടു മേക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മോർ. എന്തുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റില് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാനുള്ള കാരണം? എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? എറർ പ്രോൺ ആയതുകൊണ്ടാണോ, ഫ്ലെക്സിബിൾ ആണോ, കോംപ്ലിക്കേറ്റഡ് ആണോ, സീക്വൻഷ്യൽ ആണോ? എന്തുകൊണ്ടാണ്? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്? മോർ ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും മോഡിഫിക്കേഷൻ വരുത്താനും അതുപോലെ തന്നെ കോഡൊക്കെ നമുക്ക് റീയൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആൻസർ എന്താണ്? ഫ്ലെക്സിബിൾ ആണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കൺസെപ്റ്റ് ഓഫ് ഊപ്പ് എൻക്യാപ്സുലേറ്റ് ദ പ്രോപ്പർട്ടീസ്? അതായത് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡേറ്റ ആൻഡ് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് എ റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ഇൻടു സിംഗിൾ എൻറ്റിറ്റി. എന്താണ്? എൻക്യാപ്സുലേഷൻ, പോളിമോർഫിസം ഓപ്ഷൻ ഉണ്ട്, എൻക്യാപ്സുലേഷൻ ഉണ്ട്, ഇൻഹെറിറ്റൻസ് ഉണ്ട്, അബ്സ്ട്രാക്ഷൻ ഉണ്ട്. ഇതിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഊപ്സിന്റെ ഏത് കൺസെപ്റ്റ് ആണ് പ്രോപ്പർട്ടീസിനെയും ബിഹേവിയേഴ്സിനെയും അല്ലെങ്കിൽ ഡേറ്റാസിനെയും മെത്തേഡ്സിനെയും റിയൽ വേൾഡ് ഒബ്ജക്റ്റിലുള്ള ഡേറ്റാസിനെയും മെത്തേഡ്സിനെയും ഒരു സിംഗിൾ എൻറ്റിറ്റി ആയി കൺസിഡർ ചെയ്യുന്നത്? ഏതാണ്? എൻക്യാപ്സുലേഷൻ. എൻക്യാപ്സുലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? റാപ്പിംഗ് അപ്പ് ഓഫ് ഡേറ്റ ആൻഡ് ഫംഗ്ഷൻ ഇൻ എ സിംഗിൾ യൂണിറ്റ്. എന്താ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റാസിനെയും ഫംഗ്ഷൻസിനെയൊക്കെ ഒരു സിംഗിൾ യൂണിറ്റിൽ റാപ്പ് ചെയ്തു വെക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എൻക്യാപ്സുലേഷൻ പഠിച്ചപ്പോൾ ഒരു എക്സാമ്പിൾ ഒക്കെ പഠിച്ചു. ഫിനാൻഷ്യൽ സെക്ഷനും ഉണ്ട്, സെയിൽസ് സെക്ഷനും ഉണ്ട്. സെയിൽസ് സെക്ഷന്റെ ഡീറ്റെയിൽസ് ഒന്നും ആർക്ക് കൊടുക്കത്തില്ല? ഫിനാൻഷ്യൽ സെക്ഷന് കൊടുക്കത്തില്ല. സെയിൽസ് സെക്ഷനിലുള്ള എംപ്ലോയീസ് ആയിരിക്കും ആ ഡേറ്റാസ് എല്ലാം ഹാൻഡിൽ ചെയ്ത് റാപ്പ് ചെയ്ത് വെക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതൊന്നും കൺസെപ്റ്റ് എന്താണ്, ഫീച്ചേഴ്സ് എന്താണെന്ന് കണ്ടിട്ടില്ലാത്തവര് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് കണ്ടു നോക്കണം.
ഇല്ലെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവത്തില്ല എന്താണെന്നുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ കൺസെപ്റ്റ് ഓഫ് ഹൈഡിംഗ് ദ ഇന്റേണൽ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഓഫ് എ ക്ലാസ് ആൻഡ് ഷോയിങ് ഓൺലി ഇറ്റ്സ് ഫങ്ഷണാലിറ്റി ഈസ് നോൺ ആസ് ഡാഷ്. എന്താണ് ദ കൺസെപ്റ്റ് ഓഫ് ഹൈഡിംഗ് ദ ഇന്റേണൽ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഓഫ് എ ക്ലാസ്? ഒരു ക്ലാസിന്റെ ഇന്റേണൽ ഡീറ്റെയിൽസിനെയൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം ഔട്ട്സൈഡ് വേൾഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ഫങ്ഷണാലിറ്റി എന്താണ് പറയുന്നത്? അബ്സ്ട്രാക്ഷൻ എന്നാണ് പറയുന്നത്. അബ്സ്ട്രാക്ഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യും? പുറം വേൾഡിന് കാണിക്കും, ബാക്കിയുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഹൈഡ് ചെയ്ത് വെക്കും. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരാളൊരു കാർ ഓടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആക്സിലറേറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ എന്ത് ചെയ്യും? സ്പീഡ് ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഇതിനകത്ത് നടക്കുന്ന വർക്കിംഗ് എന്താണെന്ന് അയാൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അയാളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് ഹൈഡിംഗ് ദ ഇന്റേണൽ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഓഫ് എ ക്ലാസ്, ഒരു ക്ലാസിന്റെ ഇന്റേണൽ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഹൈഡ് ചെയ്ത് വെക്കുന്നു. ഷോയിങ് ഓൺലി ഇറ്റ്സ് ഫങ്ഷണാലിറ്റി, അതിന്റെ ഫങ്ഷണാലിറ്റി മാത്രം ഷോ ചെയ്യുന്നു. ഇതിനെ പറയുന്ന പേരെന്താണ്? അബ്സ്ട്രാക്ഷൻ എന്നാണ് പറയുന്നത്. താഴെ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അബ്സ്ട്രാക്ഷൻ ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹൈഡിംഗ് ദി കോംപ്ലക്സ് റിയാലിറ്റി വൈൽ എക്സ്പോസിംഗ് ഓൺലി ദ നെസസറി പാർട്സ്. നെസസറി പാർട്സ് മാത്രമേ എക്സ്പോസ് ചെയ്യത്തുള്ളൂ. ഇറ്റ്സ് അബൌട്ട് ഷോയിങ് ദ യൂസർ ഓൺലി ദ റെലവന്റ് ഇൻഫർമേഷൻ. യൂസറിന് എന്ത് മാത്രമേ കിട്ടൂ? റെലവന്റ് ഇൻഫർമേഷൻസ് മാത്രമേ കിട്ടത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആൻ ഒബ്ജക്റ്റ് ഈസ്, എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് ആണോ? എ ടൈപ്പ് ഓഫ് ഡേറ്റ സ്ട്രക്ചർ ആണോ? പ്രോഗ്രാമിംഗ് ടെക്നിക് ആണോ? മെത്തേഡ് ഡെഫിനിഷൻ ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. നമ്മൾ പഠിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസിന്റെ ഒരു ഇൻസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരേ ബിഹേവിയർ ഉള്ള ഒബ്ജക്റ്റുകളാണ് എവിടെ വരുന്നത്? ഒരു ക്ലാസ്സിനകത്ത് വരുന്നത്. അപ്പം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ഒബ്ജക്റ്റിന് എന്ത് കാണും? ബിഹേവിയേഴ്സ് കാണും, ആട്രിബ്യൂട്ട് കാണും, ഐഡന്റിറ്റി ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഒബ്ജക്റ്റ്? ഒരു ഒബ്ജക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ. എന്താണ്? എൻക്യാപ്സുലേഷൻ ആണോ? ഇൻഹെറിറ്റൻസ് ആണോ? പോളിമോർഫിസം ആണോ? ഐഡന്റിറ്റി ആണോ? എന്താണ് ഒബ്ജക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഐഡന്റിറ്റി ആണ്. ഒബ്ജക്റ്റിന് ഐഡന്റിറ്റി ഉണ്ടാകും, ബിഹേവിയർ ഉണ്ടാകും, ആട്രിബ്യൂട്ട് ഉണ്ടാകും. അപ്പൊ ഒബ്ജക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ഐഡന്റിറ്റിയാണ്. എൻക്യാപ്സുലേഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ് ഒക്കെ എന്താണ്? നമ്മൾ പറഞ്ഞു ഊപ്സിന്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഊപ്സിന്റെ ഫീച്ചർ ആണ് എൻക്യാപ്സുലേഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ് ഒക്കെ പറയുന്നത്. ഐഡന്റിറ്റി ആർക്കാണ് ഉണ്ടാവുക? ഒബ്ജക്റ്റിനാണ് ഉണ്ടാവുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഫ്രം എ ക്ലാസ് ഈസ് നോൺ ആസ്. ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. ഇൻസ്റ്റാൻഷിയേഷൻ. ഇൻസ്റ്റാൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ നിന്നുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ ആണ് ഇൻസ്റ്റാൻഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞു ക്ലാസ് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അതിനുശേഷം ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ആ ക്ലാസിന്റെ പേര് വെച്ചിട്ട് സ്റ്റുഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റുഡന്റ് എന്ന് പറയുന്ന ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണ് സ്റ്റുഡ് വൺ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻസ്റ്റാൻഷിയേഷൻ. ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്റ്റ് ഫ്രം എ ക്ലാസ് ഈസ് നോൺ ആസ് ഇൻസ്റ്റാൻഷിയേഷൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ്? ഒരു ക്ലാസും ഒബ്ജക്റ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? എ ക്ലാസ് ഈസ് എ ബ്ലൂ പ്രിന്റ് വൈൽ ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. എ ക്ലാസ് ഈസ് എക്സിക്യൂട്ടബിൾ കോഡ് വൈൽ ഒബ്ജക്റ്റ് ഈസ് നോട്ട്. എ ക്ലാസ് cannot exist without object while an object can exist without class. A class is used only in object-oriented programming while objects can be used in any programming paradigm. ഏതാണ് ഇതിൽ കറക്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്? എന്താണ്? എ ക്ലാസ് ഈസ് എ ബ്ലൂ പ്രിന്റ് വൈൽ ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റൻസ് ആണ്. ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസ് ഈസ് എ ടെംപ്ലേറ്റ് ഓർ ബ്ലൂ പ്രിന്റ് ഫ്രം വിച്ച് ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എവിടുന്നാണോ അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ക്ലാസ് എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിനകത്ത് വരുന്ന ഇൻസ്റ്റൻസുകളാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ക്ലാസ് ഈസ് എ ബ്ലൂ പ്രിന്റ് ആൻഡ് വൈൽ ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. The question, how do object in object oriented programming communicate with each other? എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, ഈ ഒബ്ജക്റ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് ഫീച്ചർ വെച്ച്? മെസ്സേജ് പാസിംഗ്. നമ്മൾ പറഞ്ഞു മെസ്സേജ് പാസിംഗ് എന്ന് പറയുന്ന ഫീച്ചർ പഠിച്ചു. എങ്ങനെയാണ് ഈ മെസ്സേജ് പാസിംഗ് വഴി എന്ത് ചെയ്യും? ഒബ്ജക്റ്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ബൈ കോളിംഗ് മെത്തേഡ്സ് ഓൺ ഈച്ച് അതർ. ഓരോന്നിലും എന്തുണ്ടാകും? മെത്തേഡ്സ് ഉണ്ടാകും. ഈ മെത്തേഡ്സുകളെ കോൾ ചെയ്തുകൊണ്ടാണ് ഇവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒബ്ജക്ട്സ് കമ്മ്യൂണിക്കേറ്റ് ബൈ കോളിംഗ് മെത്തേഡ്സ് ഓൺ ഈച്ച് അതർ വിച്ച് അലോ വൺ ഒബ്ജക്ട് ടു ഇൻവോക്ക് ബിഹേവിയർ ഓഫ് അനദർ. ഇപ്പം മെത്തേഡ്സിനെ വെച്ച് കോൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഒരു ഒബ്ജക്റ്റ് മറ്റൊന്നിന്റെ ബിഹേവിയറിനെ ഇൻവോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോളിമോർഫിസം ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അലോസ് ഫോർ. പോളിമോർഫിസം എന്തിനെയാണ് അലോ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ബിഹേവിയർ ആയിരിക്കും. പോളിമോർഫിസം ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അലോസ് ഫോർ. പോളിമോർഫിസം എന്താണ് ചെയ്യുന്നത്? പോളിമോർഫിസം നമ്മൾ പറഞ്ഞു എന്താണ്? ഡിഫറെന്റ് ബിഹേവിയർ ആയിരിക്കും കാണിക്കുന്നതെന്ന്. അപ്പൊ ആൻസർ എന്താണ്? ഒബ്ജക്റ്റ് ടു ടേക്ക് ഓൺ മൾട്ടിപ്പിൾ ഫോംസ്. പല രീതിയിൽ എന്ത് ചെയ്യും? ബിഹേവ് ചെയ്യും. ഒബ്ജക്റ്റ് പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പം ഇത്രയുമാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പല എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി C++ പ്രോഗ്രാമിംഗ് ആണ്, അതിന്റെ കുറെ ഡീറ്റെയിൽസ് പഠിക്കാനുണ്ട്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്